അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇതിനകത്ത് ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. 115 BAC. BAC ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവും? അങ്ങനെ ആപ്ലിക്കബിൾ ആവുന്ന ആൾക്കാരുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? വാട്ട് ഇസ് ദ റേറ്റ്? വാട്ട് ആർ ദ അതർ തിങ്സ് റിലേറ്റഡ് ടു BAC? ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇനി ഇത് ഫൈനൽ എക്സാമിന് എങ്ങനെയാണ് വരിക? നിങ്ങളൊരു CMA ഫൈനൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതിന്ന് ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ വരും. 115 BAC വെച്ച് ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനുള്ള സിംഗിൾ സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. വരുന്ന അറ്റംപ്റ്റിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വേണം പറയാൻ. CA ഫൈനലുകാർക്ക് ഇതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, CA ഫൈനലുകാർക്ക് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരിക. പകരം ഇത് DTAA മിക്സ് ചെയ്യും. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിൽ ഇത് മിക്സ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. ചിലപ്പോൾ വല്ല MCQ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാലായി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിന് രണ്ട് പെർമിഷൻ, CMAക്കാരും ആ പെർമിഷൻ ഒന്ന് ഓർക്കണം. ചിലപ്പോൾ 115 BAC ആൻഡ് DTAA മിക്സ് വരും. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്കൊരു ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ എക്സാമിന് വരും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ CA ആണെങ്കിലും CMA ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 115 BAC. തന്നെയല്ല ഇത്തവണ ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. ബിക്കോസ് എസ്പെഷ്യലി ഇവിടെ വലിയൊരു അമെൻമെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റേറ്റ് മുഴുവൻ മാറി, അപ്ഡേറ്റഡ് റേറ്റ് വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ റിബേറ്റും ഭയങ്കരമായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് മേജർ ചേഞ്ചസ് ആണ് BACയിൽ. അപ്പോൾ മിക്കവാറും ഈവൻ CAക്ക് ആണെങ്കിലും ചിലപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത്തവണ ഈ ചാപ്റ്റർ പഠിച്ചു പോകണം. സോ ചാപ്റ്ററിന്റെ പേര് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത്രേ ഉള്ളൂ. ഇഫ് യു ആർ എൻ ഇൻഡിവിജ്വൽ, HUF, AOP, BOI, AJP. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ HUF ആണ്, അല്ലെങ്കിൽ AOP ആണ്, അല്ലെങ്കിൽ BOI ആണ്, അല്ലെങ്കിൽ AJP ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് 115 BAC ആണ് ആപ്ലിക്കബിൾ ആവുന്നതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്ത് ഈ ബൈ ഡിഫോൾട്ട്? അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോർമലി യു ഹാവ് ടു പേ ടാക്സ് അണ്ടർ BAC. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്ത് വേണം ഏതടയ്ക്കാൻ? ഓൾഡ് സ്കീം പ്രകാരം ടാക്സ് അടയ്ക്കാൻ. ഇപ്പം അങ്ങനെയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ നോക്കിയേ, ഇൻഡിവിജ്വൽ, HUF, AOP, BOI, AJP ബൈ ഡിഫോൾട്ട് ടാക്സ് അണ്ടർ 115 BAC. ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമലി BAC പ്രകാരം തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ യു ഹാവ് ആൻ ഓപ്ഷൻ ടു ഓപ്റ്റ് ഔട്ട് ഫ്രം BAC ആൻഡ് പേ ടാക്സസ് ആസ് പെർ ദ ഓൾഡ് സ്കീം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ എക്സാം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കമ്പ്യൂട്ട് ടാക്സ് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റേറ്റ് എന്ന് പറയും. എന്താ ഡിഫോൾട്ട് ടാക്സ് റേറ്റ്? BAC. കമ്പ്യൂട്ട് ടാക്സ് അണ്ടർ ഓപ്ഷണൽ ടാക്സ് റേറ്റ് എന്ന് പറയും. എന്താ ഓപ്ഷണൽ ടാക്സ് റേറ്റ്? ഓൾഡ് സ്കീം. അവർ ഓൾഡ് ന്യൂ എന്നുള്ള ടേം ആയിരിക്കില്ല എക്സാമിന് ഉപയോഗിക്കുക. ഡിഫോൾട്ട് ടാക്സ് റേറ്റ് എന്നോ അല്ലെങ്കിൽ ഓപ്ഷണൽ ടാക്സ് റേറ്റ് എന്നോ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയും പറയും, ഓപ്റ്റഡ് ഔട്ട് ഫ്രം ഡിഫോൾട്ട് ടാക്സ് റേറ്റ് ആൻഡ് പേ ടാക്സ് അണ്ടർ നോർമൽ പ്രൊവിഷൻ എന്നും പറയും. അത് പിന്നെ കായ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. ഓപ്റ്റഡ് ഔട്ട് ഫ്രം ഡിഫോൾട്ട് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ BAC ഓപ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഓൾഡ് ആണ് വേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യന്റെ എൻഡിൽ കാണുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓപ്റ്റഡ് ഫോർ ഡിഫോൾട്ട് ടാക്സ് റേറ്റ് അണ്ടർ 115 BAC എന്ന് പറയും. അപ്പൊ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. ഇനി ഒരു നോട്ട് ഉണ്ട്. Alternatively, they can shift out of default tax rate under 115 BAC and pay tax as per the optional tax as per the regular provisions of the act. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓപ്റ്റ് ചെയ്ത് റെഗുലർ പ്രൊവിഷൻസ് പ്രകാരം എന്തടയ്ക്കാം? ഇൻകം ടാക്സ് അടയ്ക്കാം എന്നാണ് ഉമ്മാർ പറയുന്നത്. ശരി, ഇനി എന്താ റേറ്റ് ഓഫ് ടാക്സ് 115 BACയിലെ? അതായത് നമ്മൾ കുറെ ഫ്ലാറ്റ് റേറ്റുകൾ പഠിച്ചിട്ടില്ലേ? 111A, 112, 112A, 100BB, BBJ എന്നൊക്കെ പറയുന്ന ഫ്ലാറ്റ് റേറ്റുകൾ അങ്ങനെ തന്നെ ടാക്സബിൾ ആയിരിക്കും. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, നോർമൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12.5%, മാറ്റമൊന്നുമില്ല. ലിസ്റ്റഡ് ഷെയറിന്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓവർ ആൻഡ് അബവ് 1,25,000 സബ്ജക്ട് ടു 12.5%. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ഉണ്ട് 111A. ലിസ്റ്റഡ് ഷെയറിന്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 20. അതിലൊന്നും വ്യത്യാസമില്ല. ഈ ഫ്ലാറ്റ് റേറ്റ് ഇല്ലാത്ത സ്ലാബിലേക്ക് പോകേണ്ട ഇൻകങ്ങളില്ലേ? ലൈക്ക് PGBP ഇൻകം, ഡിവിഡൻഡ് ഇൻകം, IFOS ഇൻകം പോലുള്ള സ്ലാബിലേക്ക് പോകേണ്ട ഇൻകങ്ങൾക്ക് BACയിലെ സ്ലാബ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാണ് പുതുക്കിയ സ്ലാബ് റേറ്റ്. 4 ലക്ഷം രൂപ വരെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. 4 ലക്ഷം രൂപ വരെ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ? 115 BACയിലെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് എത്രയാണ്? 4 lakh ആണ്. ഓൾഡ് സ്കീമിലെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് എത്രയാണ്? 2.5 ആണ് അല്ലേ? ശരി, ഇനി 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് എത്രയാണ്? 5%. 8 തൊട്ട് 12 വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് 10%. 12 തൊട്ട് 16 വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് 15%. 16 തൊട്ട് 20 വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് 20%. 20 തൊട്ട് 24 വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് 25%. 24 മുകളിലേക്ക് 30%. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണത്.
എല്ലാ 4-നും 5% റേറ്റ് കൂടി 30-ലെത്തും. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ 4-നില്ല, രണ്ടാമത്തെ 4 തൊട്ട് 8 വരെയുള്ള 4-ന് 5, 8 തൊട്ട് 12 വരെയുള്ള 4-ന് 10, 12 തൊട്ട് 16 വരെയുള്ള 4-ന് 15, 16 തൊട്ട് 20 വരെയുള്ള 4-ന് 20, 20 തൊട്ട് 24 വരെ 25, 24-ന് മുകളിലോട്ട് 30. അല്ലേ? എത്ര വിശാലമായിട്ടാണ് അവർ പ്രൊവിഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് എളുപ്പമുണ്ട് ഇതൊക്കെ പഠിക്കാൻ. നേരെ എല്ലാ 4-നും 5% കൂടും. 0 നിന്ന് തുടങ്ങും, 30-ലെത്തും എന്ന് ഓർത്തിരുന്ന തന്നെ സ്ലാബറേറ്റ് നമുക്ക് സൈഡിൽ എന്ത് ചെയ്യാം, ഉണ്ടാക്കി വെക്കാം. അല്ലേ? വളരെ നല്ല. ഇത്തവണ BAC എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. കാരണം അത്രയ്ക്കും അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പ്രൊവിഷൻ ഇത്തവണ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ചിലതൊക്കെ നല്ലതാണെന്നും ചിലതൊക്കെ ചീത്തയാണെന്നും പറയാറുണ്ട്. ദിസ് ഇസ് ലൈക്ക് എ ക്രാഫ്റ്റ് എന്ന് നമുക്ക് പറയാം. നല്ല രീതിയിലാണ് ആ പ്രൊവിഷൻസ് അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിർമ്മല സീതാരാമൻ്റെ ആരാധകനാണെന്ന്. അയ്യോ, അല്ലല്ലല്ല. ബട്ട് നമ്മൾ നല്ലത് ചെയ്താൽ, നല്ല പ്രൊവിഷൻസ് ആണെങ്കിൽ നല്ലതാണെന്നും, പ്രൊവിഷൻസ് ചിലതിനൊന്നും പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ നമ്മൾ അതും പറയണം. ചില പ്രൊവിഷൻസ് അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പോൾ സെർച്ച് അസസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നേരെ തിരിച്ച് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ആദ്യം പറഞ്ഞതല്ലല്ലോ ഇപ്പോൾ പറയുന്നതെന്ന്. ഞാൻ ഓരോ പ്രൊവിഷനെ പറ്റിയാണ് പറയുന്നത്, ആൾക്കാരെ പറ്റിയല്ല. ഓക്കെ, അപ്പോൾ ആൾക്കാർ എങ്ങനെയുണ്ട് ഇല്ല എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് കമൻറ്റ് പറയാൻ പറ്റില്ല. ദിസ് ഇസ് ബേസിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രൊവിഷൻ. BAC വെൽ ക്രാഫ്റ്റഡ് ആണ്. ഇത്തവണ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് അവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോ, ഇനി നമ്മൾ ഓൾഡ് സ്കീമിലെ പഠിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റേ സൂപ്പർ സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3ഉം 5ഉം ഒക്കെ ആവുമെന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇവിടെ അല്ലേലും ബേസിക് എക്സംഷൻ 4 അല്ലേ? ഇനിയിപ്പോൾ സൂപ്പർ സീനിയറിന് 5 ആവുമോ? ഇല്ല. സൂപ്പർ സീനിയർ ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും 4 തന്നെ എന്ത് കിട്ടുള്ളൂ? ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുള്ളൂ. ഓൾഡ് സ്കീമിലാണ് സൂപ്പർ സീനിയറിന് എത്ര വരെ കിട്ടുക? 5 വരെ കിട്ടുക. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ അതാണ് നോട്ട്. ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഹാവിംഗ് എൻ ഏജ് ഓഫ് 80 years or more taxable under BAC, the benefit of higher basic exemption limit would not be available to him and tax liability would be computed in accordance with the above tax slab rates. മോളിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് പ്രകാരം തന്നെ നിങ്ങൾ എന്തടച്ച് പോകണം? ടാക്സ് അടച്ച് പോകണം എന്നാണ് അവന്മാർ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? റൈറ്റ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്ലാബ് റേറ്റ് ആണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സോ മൂവിങ് ഓൺ ഫ്രണ്ട്സ്, ഇനി ഈ 115 BACയിലെ ഈ ഒരു ബെനിഫിഷ്യൽ പ്രൊവിഷൻസ് വെറുതെ അങ്ങ് കിട്ടൂല. ഇതിന് കുറച്ച് സാക്രിഫൈസസ് ഉണ്ട്. എന്താ സാക്രിഫൈസസ്? ഈവൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണെങ്കിൽ ഓൾഡിൽ 2.5 വരെ കിട്ടുള്ളൂ. ഇവിടെ 4 അല്ലേ? ഇവിടെ 24 ലക്ഷം രൂപയുടെ മുകളിലേക്കല്ലേ 30 ഉള്ളൂ. ഓൾഡിൽ 10 ലക്ഷം രൂപയുടെ മുകളിലോട്ട് 30 അല്ലേ? സോ ഇത് ബെനിഫിഷ്യൽ ആണ്. എന്തൊക്കെയാണെങ്കിലും റേറ്റ് ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബെനിഫിഷ്യൽ ആണ്. പക്ഷേ ഈ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില സാക്രിഫൈസസ് നിങ്ങൾ ചെയ്യണം. എന്താ സാക്രിഫൈസസ്? ചില ഡിഡക്ഷൻസും എക്സംഷൻസും നിങ്ങൾ വേണ്ടാന്ന് വെക്കണം. അപ്പം തന്നെ അവർ പറയുന്നുണ്ട് ചിലത് ഞങ്ങൾ കൂടുതലും തരാം, ചിലതൊക്കെ കൂടുതലും കിട്ടും, ചിലത് വേണ്ടാന്നും വെക്കണം. എന്തൊക്കെ കൂടുതൽ കിട്ടും, എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം. ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ്. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മളൊരു കമ്പാരിറ്റീവ് ബേസിസിലാണ് ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഒരു അറ്റത്തുനിന്ന് തുടങ്ങാം. എന്താണ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ അവൈലിംഗ് concessional rate of tax? Following are the conditions to be satisfied for availing concessional rate of tax. Conditions എന്തൊക്കെയാ? ഫസ്റ്റ് വൺ വായിച്ചേ. certain deductions or exemptions not allowable. താഴെ പറയുന്ന ചില ഡിഡക്ഷൻസും എക്സംഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ്? The following deductions or exemptions would not be allowed if FSC opts for section 115 BAC. നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ലീവ് ട്രാവൽ കൺസെഷന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ? നിങ്ങളൊരു എംപ്ലോയി ആണ്. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് ടൂറ് പോകാൻ ഉള്ള കംപ്ലീറ്റ് കോസ്റ്റും സ്പോൺസർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ടൂർ പോയതിന്റെ ചെലവ് മുഴുവൻ റീഇംബേഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രാവലിംഗ് കോസ്റ്റ് പോയതിന് അത് 4 കലണ്ടർ ഇയറിന്റെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പെർഫോം ചെയ്ത 2 ജേർണിയുടെ വരെ ട്രാവലിംഗ് കോസ്റ്റ് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നത് നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട എന്ന് പറയുന്ന പ്രൊവിഷനാണ് ലീവ് ട്രാവൽ കൺസെഷൻ. നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ജേർണി പെർഫോം ചെയ്തത് പ്ലെയിനിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ ടിക്കറ്റ് കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് മാക്സിമം എക്സംഷൻ. നിങ്ങൾ ജേർണി ചെയ്തത് വേറെ എന്തെങ്കിലും മോഡിലാണെങ്കിൽ അങ്ങോട്ടേക്ക് റെയിൽ കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രെയിനിനാണ് നിങ്ങൾ പോയതെങ്കിൽ ട്രെയിനിനാണ് പോയത് എന്ന് വിചാരിച്ച് അതിന്റെ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ വേണം നിങ്ങൾ മാക്സിമം എക്സംഷൻ ആയിട്ട് എടുക്കാൻ. ഇനി അങ്ങോട്ടേക്ക് ട്രെയിൻ കണക്ഷൻ ഇല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ഡീലക്സ് ക്ലാസ് ഫെയർ ടിക്കറ്റ് എത്രയാണോ അത് വേണം നിങ്ങൾ എക്സംഷൻ ആയിട്ട് എടുക്കാൻ. ഇനി അങ്ങോട്ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല, ട്രെയിനും ഇല്ല, അങ്ങോട്ടേക്ക് ട്രെയിനിനായിരുന്നു പോയതെങ്കിൽ
ട്രെയിൻ ടിക്കറ്റ് എത്ര വരുമായിരുന്നോ അതിന്റെ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ ടിക്കറ്റ് എടുത്ത് എക്സംഷൻ എടുക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇനി എന്ത് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം. 30th September 1998 ശേഷം ജനിക്കുന്ന കുട്ടികളിൽ മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ 2 പേരുടെ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ കിട്ടുള്ളൂ എന്ന് ഇന്റർന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അവിടെ തന്നെ അവരൊരു പോയിന്റ് പറയുന്നുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് ശേഷം ട്വിൻസ് ആണെങ്കിൽ ആ 3 കുട്ടികൾ, ആദ്യത്തെ കുട്ടിക്ക് ശേഷം ട്വിൻസ് ആണെങ്കിൽ ആ 3 കുട്ടികളുടെ ട്രാവലിംഗ് കോസ്റ്റിൽ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാന്നൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പം നിങ്ങൾ അന്ന് അത് പഠിപ്പിച്ച സാറിനോട് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവും. സാർ അപ്പൊ ആദ്യമേ ട്വിൻസ് ഉണ്ടായിട്ട് പിന്നെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ അവരെ 3ആയിട്ട് കൂട്ടണോ 2ആയിട്ട് കൂട്ടണോ എന്ന് നിങ്ങൾ സംശയം ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായത് ട്വിൻസ് അല്ല ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഇല്ലേ? ചോദിക്കും, എനിക്കറിയാം. ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കണം എന്നില്ല, ഇതൊന്നും കിട്ടൂല. എംപ്ലോയർ റീംബേഴ്സ് ചെയ്ത് തന്ന മൊത്തം ടിക്കറ്റ് കോസ്റ്റും നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്താൽ? BAC ഓപ്റ്റ് ചെയ്താൽ. സാലറി ഹെഡ് ആയതുകൊണ്ട് നമുക്ക് സാലറി ഹെഡ് നമ്മൾ ഫൈനൽ ലെവലിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് അല്ലാത്തത് കൊണ്ടും ഞാൻ സാലറി ഹെഡിനെ പറ്റി ഇതുവരെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ബേസിക്സ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ്. സാലറി ഹെഡിലെ ബേസിക്സ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ബേസിക്സ് എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ് പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സാലറി ചാപ്റ്റർ ഇന്റർന്ന് പഠിച്ചോളൂ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫൈനലിന് പഠിക്കാൻ ഇല്ല. അപ്പോൾ ലീവ് ട്രാവൽ കൺസെഷന്റെ ബെനിഫിറ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല. എംപ്ലോയർ റീംബേഴ്സ് ചെയ്ത് തന്ന മൊത്തം കോസ്റ്റും നിങ്ങളുടെ കയ്യിൽ മൊത്തം തുകയും നിങ്ങളുടെ കയ്യിൽ ഫുള്ളി എന്താവും? ടാക്സബിൾ ആവും. നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്താൽ? BAC ഓപ്റ്റ് ചെയ്താൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആയോ? അപ്പൊ ഏതാ ഹെഡിന്റെ പേരങ്ങ് എഴുതി വെച്ചോ. ഏത് ഹെഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ആയത്? സാലറി ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ സാലറി ഒന്നും എഴുതി വെക്കുകയാണ്. എല്ലാത്തിന്റെ സൈഡിലേക്ക് ഹെഡിന്റെ പേര് എഴുതി വെച്ചു. അടുത്തത് രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്താ? 1013 ഹൗസ് റെന്റ് അലവൻസ്. നിങ്ങൾക്ക് HRA കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 1013A പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാലോ. എങ്ങനെ എക്സംഷൻ? ആക്ച്വൽ HRA റിസീവ് ഓർ 40% or 50% ഓഫ് സാലറി. 50% ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്ന മെട്രോ സിറ്റിയിലാണെങ്കിൽ, അല്ലാത്ത കേസിൽ 40%. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. വിച്ച് എവർ ഇസ് ലോവർ. നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്ന് ഇന്റർന് പഠിച്ചിട്ടുണ്ടോ? ഫൈനലിൽ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ഇന്റർന് പഠിച്ചിട്ടുണ്ടോ? എന്നാൽ പഠിക്കണം എന്നില്ല, അതും കിട്ടൂല. മൊത്തം HRA നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. വാട്ട് എവർ HRA that your employer pays you, that full HRA shall be fully taxable. അപ്പൊ ഏതാ ഹെഡ്? വീണ്ടും സാലറി. അപ്പോൾ 2 സാലറി റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഹെഡിന്റെ പേര് ഞാൻ എഴുതി പോവാണ്. അടുത്ത എന്താ? 10 subsection 14. എന്താ അത്? എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സ്പെഷ്യൽ അലവൻസസ് ഓർ ബെനിഫിറ്റ് ടു മീറ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഡ്യൂട്ടീസ് ഓർ പേഴ്സണൽ എക്സ്പെൻസസ്. നിങ്ങൾ നിങ്ങളുടെ ഇന്റർന് പഠിച്ചിട്ടുണ്ടോ? 10 subsection 14 ക്ലോസ് നമ്പർ 1 ആൻഡ് ക്ലോസ് നമ്പർ 2. ക്ലോസ് നമ്പർ 1 വേർ എക്സംഷൻ ഇസ് സബ്ജക്റ്റഡ് ടു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ക്ലോസ് നമ്പർ 2 ഫിക്സഡ് എക്സംഷൻസ്. ട്രാവൽ അലവൻസ്, കൺവെയൻസ് അലവൻസ്, യൂണിഫോം അലവൻസ്, റിസർച്ച് അലവൻസ് കേട്ടിട്ടുണ്ടോ? ഹെൽപ്പർ അലവൻസ്. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 100 rupees per month per child up to maximum 2 children എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വലിയ തുകയാണ് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഹോസ്റ്റൽ ആണെങ്കിൽ 3 ഇരട്ടി കിട്ടും. 300 rupees per child per month up to maximum 2 children. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എഡ്യൂക്കേഷന്റെ 3 ഇരട്ടിയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അലവൻസിന്റെ എക്സംഷൻ. അതെനിക്കൊന്ന് 1961 മുന്നിലത്തെ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അവന്മാർ അത് പിന്നെ അപ്ഡേറ്റേ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അത്രയും ചെറിയ എമൗണ്ടുകളൊക്കെ കിടക്കുക. പിന്നെ ഹില്ലി ഏരിയ അലവൻസസ്, അവലാഞ്ചെ അലവൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? എന്നാൽ പഠിക്കണമെന്നില്ല, കിട്ടൂല. എന്ത് അലവൻസ് കിട്ടിയാലും 10 subsection 14 എക്സംഷൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്ത് അലവൻസ് കിട്ടിയാലും അത് ഫുള്ളി ടാക്സബിൾ ആണ്. പക്ഷേ BAC എടുക്കുന്ന ആൾക്കാർക്ക് അതിലെ ചില അലവൻസുകൾക്ക് മാത്രം എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? BAC എടുക്കുന്ന ആൾക്കാർക്ക് ആ 10 subsection 14 ചില അലവൻസുകൾക്ക് മാത്രം എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഏതിനൊക്കെ? അതറിയണമെങ്കിൽ ഒന്ന് താഴോട്ട് വരണം. താഴോട്ട് ഇങ്ങനെ വന്നാൽ പോയിന്റ് നമ്പർ 3 അവിടെ ഒരു ബ്ലൂ ബോക്സ് കാണാം. ഒരു വലിയ ബ്ലൂ ബോക്സ് കണ്ടോ? ആ ബ്ലൂ ബോക്സ് എന്താ വായിച്ചേ? വൈൽ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 subsection 14 വുഡ് ബി അലൗഡ് വുഡ് നോട്ട് ബി അലൗഡ് എക്സെപ്റ്റ് ദ ഫോളോയിങ്. നമ്മൾ BAC കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 10 subsection 14 എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല എക്സെപ്റ്റ് ദ ഫോളോയിങ്. എന്താ എക്സെപ്റ്റ് ദ ഫോളോയിങ്?
ഈ സൈഡിൽ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4 മാത്രം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഏതൊക്കെയാ? അപ്പം BAC എടുത്ത് 10 സബ്സെക്ഷൻ 14 എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഏതൊക്കെയാ? 1, ട്രാവലിംഗ് അലവൻസ്. 2, ഡെയിലി അലവൻസ്. ഓക്കെ, 1 second. The first one is what, friends? Traveling allowance. Second one, daily allowance. And third one, conveyance allowance. Fourth one, transport allowance granted to an employee who is either blind, deaf or dumb or orthopedically handicapped with the disability of lower extremities of the body to the extent of 3,200. Are you all here? Yes. ഈ 4 എണ്ണത്തിന് മാത്രം BAC എടുത്തിട്ടുള്ള ആൾക്കാർക്കും 115 BAC എടുത്തിട്ടുള്ള ആൾക്കാർക്കും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇതല്ലാതെ 10 സബ്സെക്ഷൻ 14 ഫസ്റ്റ് ക്ലോസിലും സെക്കൻഡ് ക്ലോസിലും പറയുന്ന ഓരോ അലവൻസിന്റെയും എക്സംഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. Are you all here? ഇതല്ലാതെ 10 സബ്സെക്ഷൻ 1ലും 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 1ലും 2ലും പറയുന്ന വേറെ യാതൊരു അലവൻസുകൾക്ക് നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല? എക്സംഷൻ എടുക്കാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? റൈറ്റ്. കമ്മിങ് ബാക്ക്. അപ്പൊ ഇതേതാ ഹെഡ്? ഹെഡ് ഏതാണ് കുഞ്ഞുങ്ങളെ? സാലറി. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത എന്താണെന്ന് നോക്കിയേ. അടുത്ത പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 10 സബ്സെക്ഷൻ 17 ഡെയിലി അലവൻസ് ഓർ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ഓഫ് MPs ആൻഡ് MLAs. നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ, ഇവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താ? ഡെയിലി അലവൻസ് ഉണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് എന്ന് പറയും. ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെയിലി പ്രവർത്തനങ്ങൾക്ക് വരുന്ന ചെലവുകൾക്ക് അവർക്ക് കിട്ടുന്ന അലവൻസ് ആണ്. അതുപോലെ രണ്ടാമത്തെ എന്താണ്? കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആണ്. അതെന്താ സാധനം? കോൺസ്റ്റിറ്റ്യുവൻസി മീൻസ് മണ്ഡലം. മണ്ഡല പ്രവർത്തനങ്ങളും ബാക്കിയുള്ള മണ്ഡലത്തിലുള്ള യാത്രയും മണ്ഡല പര്യടനത്തിനും ഒക്കെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അലവൻസ് കിട്ടുന്നുണ്ട്. ഈ ഡെയിലി അലവൻസും കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് കിട്ടുന്നതും അവരുടെ കയ്യിൽ ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഡെയിലി അലവൻസ് കിട്ടുന്നതും കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് കിട്ടുന്നതും അവരുടെ കയ്യിൽ ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇനി ഈ MP അല്ലെങ്കിൽ MLA മാർ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ എക്സംഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഫുൾ ഡെയിലി അലവൻസും കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസും അവരുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. ഇതേതാ ഹെഡ്? ഹെഡ് ഏതാ? സാലറി അല്ല, IFOS ആണ്. കാരണം MP മാരുടെയും MLA മാരുടെയും സാലറി റെസിഡ്യൂവൽ ഇൻകം ആയിട്ട് IFOSലാണ് ടാക്സബിൾ ആവുന്നത്, സാലറിയിലല്ല. കാരണം MP മാരും MLA മാരും നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ എന്തല്ല? എംപ്ലോയീസ് അല്ല. എംപ്ലോയീസ് ആണോ? അല്ലല്ലോ. അവരാരാ? എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലേ? So their salary does not have any employer-employee relationship and hence it have to be taxable under IFOS. അപ്പൊ നേരെ എഴുതി വെക്കുക, ഹെഡ് ഏതാണ്? IFOS ആണ്. ക്ലിയർ അല്ലേ? അല്ലേ? അടുത്ത എന്താ നോക്കിയേ. അടുത്തത് നമുക്ക് നോക്കാം എന്താണെന്ന്. നെക്സ്റ്റ് പോയിന്റ് സെക്ഷൻ 1032 exemption in respect of income of minor child included in the income of parent. നമ്മളെ ക്ലബിൽ നമ്മൾ മറ്റേ മൈനർ കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മൈനർ കുട്ടികളുടെ ഇൻകം ഏത് പേരന്റിനാണോ കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ക്ലബ്ബ് ചെയ്യണമെന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അങ്ങനെ ക്ലബ്ബ് ചെയ്യുമ്പോൾ ആ പേരന്റിന് 1500 rupees പെർ ചൈൽഡ് എന്നുള്ള ഒരു എക്സംഷൻ 10 സബ്സെക്ഷൻ 32 ക്ലെയിം ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടോ? എന്നാൽ അതും കിട്ടൂല. ആ മൈനറിന്റെ ഇൻകം ക്ലബ്ഡ് ആവുന്ന പേരന്റ് BAC ഓപ്റ്റ് ചെയ്ത പേരന്റ് ആണെങ്കിൽ അങ്ങേർക്ക് 1500 പെർ ചൈൽഡ് എന്നുള്ള ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 കിട്ടില്ല. പറഞ്ഞത് മനസ്സിലായോ? ആ ഫുൾ ക്ലബ്ഡ് ഇൻകം പേരന്റിന്റെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പൊ ഏതാ? ഹെഡ് അല്ല, ക്ലബിംഗ് എന്ന് എഴുതാം. ഓക്കെ, ഹെഡ് അല്ലെങ്കിലും ക്ലബിംഗ് എന്ന് എഴുതാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തലയിലേക്ക് വരാൻ വേണ്ടി ഹെഡ് എഴുതി വെക്കുന്നത്. ക്വസ്റ്റ്യനിൽ IFOS റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ IFOS എഴുതിയിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഓർമ്മയാണ്. ക്ലബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, മൈനറിന് ഇൻകം ക്ലബ്ഡ് ആവുന്ന പേരന്റ് 1500 രൂപയുടെ എക്സംഷൻ കിട്ടില്ല. ഇങ്ങനെ പഠിച്ചാലുണ്ടല്ലോ ഒരിക്കലും BAC ചെയ്യുമ്പോൾ ആൻസർ തെറ്റില്ല. ഹെഡ് വൈസ് ആയിട്ട് റെസ്ട്രിക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഔട്ട് ഓഫ് നത്തിങ് ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ കിട്ടും കിട്ടൂല എന്നുള്ള കാര്യത്തിനൊക്കെ മുഴുവൻ കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു അവിയൽ പരുവത്തിലായിരിക്കും നമ്മുടെ തലയിൽ കിടക്കുക അല്ലേ? അപ്പൊ ഹെഡ് വൈസ് ചിന്തിക്കുക. ആ ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി ഓർത്താൽ മതി. ഇത് പഠിക്കുമ്പോൾ ആ ഹെഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ ഓരോ ഹെഡിൽ എത്ര റെസ്ട്രിക്ഷൻ എന്നുള്ള കൗണ്ട് എടുത്തു പോവുക. ആ റെസ്ട്രിക്ഷൻസ് മാത്രം മനസ്സിലാക്കി ഓർക്കുക. കുറച്ചുകൂടെ ക്വിക്കറായിട്ട് നിങ്ങൾക്ക് ആൻസറും കിട്ടും, തെറ്റാനുള്ള സാധ്യത കുറവുമാണ്. ഇപ്പോൾ CMA ഫൈനലാണെങ്കിൽ ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ഒരു 7 മാർക്കിന് ചോദിക്കുകയും ചെയ്യും. ചോദിക്കുമ്പോൾ അതിന് ആൻസർ എഴുതിയാൽ മാർക്ക് ഗ്രാബ് ചെയ്യുകയും ചെയ്യാം. Are you all here? Moving on. അടുത്ത എന്താ? 10AA ഡിഡക്ഷൻ.
ടാക്സ് ഹോളിഡേ ഫോർ യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സെസ്. എന്താ പരിപാടി? നിങ്ങളെ ഈ സെസ്സിൽ ഒരു യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ആദ്യത്തെ 5 കൊല്ലം 100% ഓഫ് എക്സ്പോർട്ട് പ്രോഫിറ്റിന് എക്സംഷൻ കിട്ടും, ഡിഡക്ഷൻ കിട്ടും. രണ്ടാമത്തെ 5 കൊല്ലം 50% ഓഫ് എക്സ്പോർട്ട് പ്രോഫിറ്റിന് ഡിഡക്ഷൻ കിട്ടും. അവസാനത്തെ 5 കൊല്ലം 50% ഓഫ് എക്സ്പോർട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ടു സെസ് റീഇൻവെസ്റ്റ്മെന്റ് റിസർവ് അക്കൗണ്ട് വിച്ച് എവർ ഇസ് ലോവർ ഡിഡക്ഷൻ കിട്ടുമെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. പഠിച്ചില്ല, പഠിക്കും. ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ 10AA ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. മിക്സ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് വരും. അപ്പോൾ ഈ 10AA യൂണിറ്റ് ഇൻ സെസ്സുകൾക്കാണ് 10AA കിട്ടുക. ഈ യൂണിറ്റ് സെസ്സിൽ തുടങ്ങിയ ഒരു യൂണിറ്റ് ആയിട്ടുള്ള നിങ്ങൾ BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റില്ല? 10AA റിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. സെസ്സിന്റെ എക്സ്പോർട്ട് പ്രോഫിറ്റിന് മുഴുവൻ നിങ്ങൾ എന്ത് കൊടുക്കണം? സ്ലാബ് റേറ്റ് പ്രകാരം തന്നെ ടാക്സ് കൊടുക്കണം. യു ആർ നോട്ട് എലിജിബിൾ ടു ക്ലെയിം ദ ബെനിഫിറ്റ് അണ്ടർ 10AA ഇഫ് യു ഹാവ് ഓപ്റ്റഡ് ഫോർ 115 BAC. ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതാ ഹെഡ്? ഇത് ശരിക്കും ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ എന്ന് എഴുതിയാൽ മതി. കാരണം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ 10AA ഡിഡക്ഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് ഡിഡക്ഷൻ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ദെൻ അടുത്തത് വൻ കോമഡിയാണ്. സാലറി ഹെഡിലെ എത്ര ഡിഡക്ഷൻ കിട്ടും? സാലറി ഹെഡിൽ 3 റിഡക്ഷനേ ഉള്ളൂ. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 അല്ലേ? 2 എന്റർടൈൻമെന്റ് അലവൻസിന് ഡിഡക്ഷൻ, 3 പ്രൊഫഷണൽ ടാക്സിന് ഡിഡക്ഷൻ അല്ലേ? ആ 3ൽ 2 പോയി. ഏതാ? എന്റർടൈൻമെന്റ് അലവൻസിന് ഡിഡക്ഷൻ ഇല്ല, പ്രൊഫഷണൽ ടാക്സിന് ഡിഡക്ഷൻ ഇല്ല. എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടുന്ന ഒരാളാണ് നിങ്ങൾ. BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൊത്തം എന്റർടൈൻമെന്റ് അലവൻസ് നിങ്ങളുടെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അത് ഗവൺമെന്റ് എംപ്ലോയിക്ക് ആണെങ്കിലാണ് നമുക്ക് എക്സംഷൻ കിട്ടുക അല്ലേ? ഓർക്കുന്നുണ്ടോ എത്രയായിരുന്നു എക്സംഷൻ? ഒന്നിലെ 20% ഓഫ് ബേസിക് സാലറി അല്ലെങ്കിൽ 1/5 ഓഫ് ബേസിക് സാലറി ഓർ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് ഓർ ₹5,000 വിച്ച് എവർ ഇസ് ലോവർ അല്ലേ? അത് ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുള്ളൂ, സ്റ്റേറ്റോ സെൻട്രോ ആയിരിക്കണം. പക്ഷെ ഇവർ പറയുന്നു BAC ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തതിനും എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടും. പക്ഷേ 50 അല്ല 75 കിട്ടും. ഇതൊരു ബെനിഫിറ്റാണ്. കുറേ അത് സാക്രിഫൈസ് ചെയ്യണം, ചില ബെനിഫിറ്റും കിട്ടും എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഇത് കേട്ടോ. അസസി പേയിങ് ടാക്സ് അണ്ടർ 115 BAC സബ്സെക്ഷൻ 1A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഷാൽ ബി 75,000 ഓർ ആക്ച്വൽ ബേസിക് ടാക്സ് ലയബിലിറ്റി വിച്ച് എവർ ഇസ് ലോവർ. 50,000 പകരം 75,000 രൂപ നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആർ യു ഓൾ ഹിയർ? സോ മൂവിങ് ഓൺ ടു ദ അടുത്ത റെസ്ട്രിക്ഷൻ. ഇത് ഏതാ ഹെഡ്? അപ്പോ ഹെഡ് ഏതാ പിള്ളേരെ? സാലറി എന്ന് തന്നെ എഴുതുക, മാറ്റമൊന്നുമില്ല. അടുത്ത റെസ്ട്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ഒരു റെസ്ട്രിക്ഷൻ ആണ്. കിട്ടുന്ന സാധനമാണ്. അതായത് നിങ്ങൾ ഇന്റർന് പഠിച്ചിട്ടുണ്ടാവും, നമുക്കൊരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലേ ആ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ 0 ആണ്. എന്നാലും നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നമുക്ക് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം അല്ലേ? പക്ഷെ എന്റെ സീലിംഗ് ലിമിറ്റ് ഉണ്ടല്ലോ. ലോൺ എടുത്തത് പർച്ചേസോ കൺസ്ട്രക്ഷനോ ആണ്. ലോൺ എടുത്തത് 1 April 1999 ശേഷവുമാണ് എന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് റിഡക്ഷൻ എടുക്കാം എന്നല്ലേ പഠിച്ചിട്ടുള്ളേ. ഇനി ലോൺ എടുക്കുന്നത് റിപ്പയറോ മെയിൻ്റനൻസോ എക്സ്പാൻഷനോ റിനോവേഷനോ ഒക്കെയാണ്, അല്ലെങ്കിൽ ലോൺ എടുത്തത് 1 April 1999 മുന്നേ ആണ് എന്നുണ്ടെങ്കിലും 30,000 രൂപ വരെ മാക്സിമം റിഡക്ഷൻ കിട്ടുള്ളൂ എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമ്മൾ ലോസ് ക്ലെയിം ചെയ്യാറല്ലേ പതിവ് അല്ലേ? ആ പരിപാടി നടക്കില്ല. അതായത് അവർ പറഞ്ഞേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നോട്ട് അലൗഡ് ആസ് റിഡക്ഷൻ. അതായത് ആ 30,000 2 ലക്ഷം വരെയുള്ള ലിമിറ്റ് സാധാരണ ഒരാൾക്ക് ക്ലെയിം ചെയ്യാം. BAC എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പാടില്ല. സോറി, പറഞ്ഞത് ക്ലിയർ അല്ലേ? സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉള്ള ഒരാള് 115 BAC പ്രകാരമാണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അവൻ ഒരു കാരണവശാലും 24B ഇൻട്രസ്റ്റ് ഓൺ ലോണിന് എന്തെടുക്കാൻ പാടില്ല? ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പൊ ഏതാ ഹെഡ്? ഹൗസ് പ്രോപ്പർട്ടി. അവിടെ ഓർത്ത് വെക്കണം, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഡിഡക്ഷൻ കിട്ടൂല എന്നേ ആക്ട് പറയുന്നുള്ളൂ. അപ്പൊ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ക്ലെയിം ചെയ്യാം? ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, ഒരു സംശയവും വേണ്ട. റെസ്ട്രിക്ഷൻ എന്തിനാണ് എന്ന് വ്യക്തമായി പഠിച്ചു പോകണം. ഇൻട്രസ്റ്റ് ഓൺ ലോണിനല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്കാണ് റെസ്ട്രിക്ഷൻ. മനസ്സിലായോ? അടുത്തത് അങ്ങോട്ട് ഇനി PGBPയുടെ കാലമാണ്. എന്താണത്? സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A അഡീഷണൽ ഡിപ്രിസിയേഷൻ കിട്ടൂല. അറിയാലോ എന്താണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ? BGP പഠിച്ചല്ലേ നമ്മള്. ഏതാ ഹെഡ്? PGBP. അപ്പൊ നോർമല് കിട്ടുമോ? എടാ റെസ്ട്രിക്ഷൻ പറയാത്തതിനൊക്കെ കിട്ടും, നോർമല് കിട്ടും, ഒരു സംശയം വേണ്ട. അഡീഷണല് കിട്ടില്ല. അടുത്തത് 33AB
ഏതാ? ടീ, കോഫി, റബ്ബർ, ഗ്രോയിങ് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചല്ലേ? സ്പെഷ്യൽ ഡിഡക്ഷൻ പ്രോഫിറ്റിന്റെ 40% അല്ലെങ്കിൽ ഡെപ്പോസിറ്റഡ് എമൗണ്ട് വിച്ച് എവർ ഇസ് ലോവർ അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്തോ ഡിഡക്ഷൻ തരില്ല. BSc എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ 33AB എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഏതാ ഹെഡ്? PGBP തന്നെ, വേറെ എന്ത് ഹെഡ് വരാൻ? അടുത്തത് 33AB ഏതാ? സൈറ്റ് റിസ്റ്റോറേഷൻ ഫണ്ട്. ആ PGBP പോലെ 33AB പോലെ തന്നെ ഉള്ളൊരു സാധനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? സൈറ്റ് റിസ്റ്റോറേഷൻ ഫണ്ട് കിട്ടൂല ഡിഡക്ഷൻ. ഹെഡ് ഏതാ? PGBP എന്ന്. അടുത്തത് സെക്ഷൻ 35. എന്തായിരുന്നു 35? സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചർ. അതില് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. ഇൻഹൗസും ഉണ്ട്, ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻസ് 4 ആയിരുന്നല്ലോ. യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര വിച്ച് ഡസ് സയന്റിഫിക് റിസർച്ച്, ഇന്ത്യൻ കമ്പനി വിച്ച് ഡസ് സയന്റിഫിക് റിസർച്ച്, യൂണിവേഴ്സിറ്റി അസോസിയേഷൻ എക്സെട്ര വിച്ച് ഡസ് സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, ഫൈനലി IIT, നാഷണൽ ലബോറട്ടറി, സ്പെസിഫൈഡ് പേഴ്സൺസ് എക്സെട്ര ഫോർ ദർ അപ്രൂവ്ഡ് പ്രോഗ്രാംസ്. ഈ 4 ഈ 4 പേർക്ക് കൊടുക്കുന്ന ഡൊണേഷൻ 100% ഡിഡക്ഷൻ എടുക്കാന്നല്ലേ നമ്മൾ പഠിച്ചത്? അതിന് ഡിഡക്ഷൻ കിട്ടില്ല BSc എടുത്തിട്ടുള്ള ആൾക്കാർക്ക്. ഇൻഹൗസിന് കിട്ടും. ഔട്ട്സൈഡ് ഡൊണേഷൻസ് ഒരു 4 നമ്മൾ PGBP പഠിച്ചായിരുന്നു. അതിന് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ഇഫ് യു ആർ ഓപ്റ്റഡ് 115 BAC. നോക്കിയാൽ കാണാം. ആ 4 ആണ് ഈ 4. 1 2 3 4. അപ്പോൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കുക ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് എഴുതുക. ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻസ് നോട്ട് അലൗഡ്. ഔട്ട്സൈഡ് കോൺട്രിബ്യൂഷൻസിന് നിങ്ങൾക്ക് ടെക്നിക്കലി എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല എന്നാണ് അവന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? റൈറ്റ്. ഏതാ ഹെഡ്? സെയിം ഹെഡ് PGBP എന്ന്. അടുത്തെന്താ? 35AD. അതെന്താ? അത് സ്പെസിഫൈഡ് ബിസിനസ്സിന് ഡിഡക്ഷൻ കിട്ടൂല. ഏതാ? സ്പെസിഫൈഡ് ബിസിനസ്സിന് 35AD ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെല്ലാം 100% ഡിഡക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി ഇല്ലേ? അത് കിട്ടില്ല. ആ സ്പെസിഫൈഡ് ബിസിനസ് എന്തോ ഓപ്റ്റ് ചെയ്താൽ? BSc ഓപ്റ്റ് ചെയ്താൽ. അപ്പൊ അവർക്ക് പകരം ഒരു സാധനം കിട്ടും. അതെന്തായിരിക്കും? 35AD കിട്ടിയില്ലെങ്കിൽ പകരം അവർക്ക് ഒരു സാധനം കിട്ടും. അതെന്തായിരിക്കും? 32 ഡിപ്രിസിയേഷൻ. നോർമൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഒറ്റയടിക്ക് എന്തെടുക്കാൻ പാടില്ല? 35AD ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. ഏതാ ഹെഡ്? PGBP എന്ന്. അടുത്തത് 35CCC. പഠിച്ചു ഓർക്കുന്നുണ്ടോ? എന്താ? നോട്ടിഫൈഡ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രൊജക്ട്. ഫാർമേഴ്സിനെ ഗൈഡ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മിനിമം 25 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ലാൻഡിനെയും ബിൽഡിങ്ങിനെയും കോസ്റ്റ് ആവാൻ പാടില്ല. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ അപ്രൂവൽ ഒക്കെ എടുത്തിട്ടുള്ള പ്രോജക്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് ഡിഡക്ഷൻ കിട്ടുമെന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? പ്രൊജക്ടുകൾ നടത്തിക്കോ? ഡിഡക്ഷൻ തരില്ല. നടത്തണമെങ്കിൽ നടത്താം. 35CCC ഞങ്ങൾ എന്ത് തരില്ല? ഡിഡക്ഷൻ തരില്ല. എപ്പോ? BSc ഓപ്റ്റ് ചെയ്താൽ. ഹെഡ് ഏതാ? PGBP. അടുത്തത് പഠിക്കാൻ എളുപ്പമുണ്ട്. എന്താ? ചാപ്റ്റർ 6A ഒന്നും കിട്ടൂല. 80C തൊട്ട് 80U വരെ ഒന്നും കിട്ടൂല എക്സെപ്റ്റ് ഫ്യൂ. ചിലതിന് മാത്രം കിട്ടും. സോറി. ചാപ്റ്റർ 6A ഡിഡക്ഷൻസിൽ കിട്ടുന്ന ഏതൊക്കെ? ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A കിട്ടുന്ന ഏതൊക്കെ? അതർ ദാൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് നാഷണൽ പെൻഷൻ സ്കീം. NPS-ലേക്ക് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. 80CCD സബ്സെക്ഷൻ 2 എന്ന് പറയും. സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അഗ്നിപത് സ്കീം ഉണ്ട്. 80CCH സബ്സെക്ഷൻ 2. നമ്മൾ മറ്റേ അഗ്നിവീർ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. അഗ്നിപത് സ്കീമിൽ സെൻട്രൽ ഗവൺമെന്റ് അഗ്നിവീർക്ക് വേണ്ടി ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് 80CCH2. അഗ്നിവീരന്മാർക്ക് എന്ത് ക്ലെയിം ചെയ്യാം? 80CCH സബ്സെക്ഷൻ 2 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദെൻ പേഴ്സൺ ഹാവിംഗ് യൂണിറ്റ് ഇൻ IFSC, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിൽ യൂണിറ്റ് ഉള്ളവന്മാർക്ക് അവരുടെ ചില ഇൻകങ്ങൾക്ക് 80LA ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിപ്പോൾ BSc എടുത്താലും ക്ലെയിം ചെയ്യാം. അതുപോലെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ന്യൂ എംപ്ലോയീസ് അണ്ടർ 80JJAA. പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സിന് ആ പുതിയ എംപ്ലോയിയുടെ കോസ്റ്റിന്റെ 30% 80JJAA ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമെന്ന് നിങ്ങൾ ഇന്റർന് പഠിച്ചിട്ടുണ്ടാവും. 80JJAA still you can claim if you have opted for even BSc. So even if you have opted for BSc, you can claim 4 6A deductions. ഏതാ? 1 CCD സബ്സെക്ഷൻ 2, 2 CCH സബ്സെക്ഷൻ 2, 3 80LA, 4 JJAA, 80JJAA. ഈ 4 അല്ലാതെ ചാപ്റ്റർ 6A വേറെ യാതൊരു ഡിഡക്ഷൻസും നിങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പൊ ഏതാ ഹെഡ്? ഹെഡ് അല്ല, ഏതാ ടോപ്പിക്ക്? ആ ചാപ്റ്റർ 6A എഴുതിയാൽ മതി.
ചാപ്റ്റർ 6A വേറെ ഒന്നിനും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, യാതൊരു ബെനിഫിറ്റും കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത റെസ്ട്രിക്ഷൻ ഇത് റിലേറ്റഡ് ആയിട്ട് 4 നോട്ടുണ്ട്. അതായത് ഈ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് NPS നമ്മൾ പറയും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. NPS എന്താ? NPS നാഷണൽ പെൻഷൻ സ്കീം. ഇതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നാലേ ഞാൻ പറയുന്ന അടുത്ത നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു എംപ്ലോയി ഈ എംപ്ലോയിക്ക് പെൻഷൻ സ്കീം ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള, സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള NPSലേക്ക് എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ? ബോത്ത് ദ എംപ്ലോയി ആസ് വെൽ ആസ് ദ എംപ്ലോയർ വിൽ കോൺട്രിബ്യൂട്ട് ടു NPSലേക്ക് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, NPSലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അവന് കിട്ടിയ സാലറിയുടെ ഒരു ഭാഗമായിരിക്കും അവൻ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവന് 10 ലക്ഷമാണ് സാലറി കിട്ടുന്നതെങ്കിൽ അത് മൊത്തം കയ്യിലേക്ക് കിട്ടില്ല. ആ 10 ലക്ഷം സാലറിക്കകത്തുനിന്ന് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ എന്ത് ചെയ്തെടുക്കും, കട്ട് ചെയ്തെടുക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ എംപ്ലോയിയുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് ചോദിച്ചാൽ 10 തന്നെ പറയണം, സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ 10 തന്നെ പറയണം. എന്നിട്ട് എംപ്ലോയിയുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കോൺട്രിബ്യൂഷന് എംപ്ലോയിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ചാപ്റ്റർ 6A റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. 2 സെക്ഷനിലായിട്ടാണ് റിഡക്ഷൻ. ഒന്ന് 80 CCD സബ്സെക്ഷൻ 1B. ഒരു 50,000 രൂപ വരെയുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ 50,000-ൽ കൂടുതലാണെങ്കിൽ എക്സസ് അണ്ടർ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 1ലും റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ 80 CCD സബ്സെക്ഷൻ 1ൽ ഒരു ലിമിറ്റ് അവർ പറയുന്നുണ്ട്. എത്ര ലിമിറ്റ്? ബേസിക് സാലറി പ്ലസ് DNS അലവൻസ് ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ 10% വരെയുള്ള കോൺട്രിബ്യൂഷനെ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, റിഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ദാറ്റ് ഇസ് അഗെയിൻ സബ്ജക്റ്റഡ് ടു 80 CCE. വാട്ട് ഇസ് ദാറ്റ്? 80 Cയിലുള്ള മൊത്തം റിഡക്ഷൻ, 80 CCCയിലുള്ള റിഡക്ഷൻ, 80 CCD സബ്സെക്ഷൻ 1ലുള്ള റിഡക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1,50,000. 2 റെസ്ട്രിക്ഷൻ ഉണ്ട്. ഏതിന്? 80 CCD സബ്സെക്ഷൻ 1ന്. ശ്രദ്ധിക്കുന്നുണ്ടോ? BSc എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് അലൗഡ് ആസ് റിഡക്ഷൻ. എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും BSc എടുത്തിട്ടുള്ള എംപ്ലോയിക്ക് എന്ത് കിട്ടില്ല? റിഡക്ഷൻ കിട്ടില്ല. Are you all here? ഇതൊക്കെ ഏത് ചാപ്റ്ററിലാണ് വരുന്നത്? ചാപ്റ്റർ 6A റിഡക്ഷനിലാണ് വരിക. Are you all here? അപ്പൊ ഇതിൽ രണ്ടാമത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. എന്താ അത്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലേ ഇതിന്റെ അകത്തേക്ക്? എംപ്ലോയർ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ലേ കോൺട്രിബ്യൂഷൻ ചെയ്യുക, അല്ലേ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? സാലറി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. സാലറി ഇൻകം ആയിട്ട് തന്നെയായിരിക്കും ട്രീറ്റഡ് ആകുക. നമ്മൾ അതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേര് പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി എന്ന് പറയും. സാലറി പോലെ തന്നെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്ത ഒരു അഡീഷണൽ എമൗണ്ട് ആയിട്ടാണ് നമ്മൾ പെൻഷൻ ഫണ്ടിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി എന്നാണ് മുമ്പ് പറയുക. അപ്പോൾ എംപ്ലോയർ അതാത് വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ സാലറിയുടെ ഒരു ടാക്സബിൾ കോമ്പണന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് എംപ്ലോയിക്ക് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അണ്ടർ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 2ല് അതിന് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിനും സീലിംഗ് ലിമിറ്റ് ഉണ്ട്. എത്ര സീലിംഗ് ലിമിറ്റ്? മാക്സിമം ഡിഡക്ഷൻ ഷാൽ ബി ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എടുക്കുക, അതിന്റെ 10%. ഇതാണ് ആക്ട് പറയുന്നത്. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ 115 BAC എടുത്ത എംപ്ലോയി ആണെങ്കിൽ 80 CCD സബ്സെക്ഷൻ 2 ഏതാ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ഇൻകം ആവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എന്തായിട്ടും ക്ലെയിം ചെയ്യാം? CCD സബ്സെക്ഷൻ 2ൽ ഡിഡക്ഷൻ ആയിട്ടും ക്ലെയിം ചെയ്യാം. പക്ഷെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ ഡിഡക്ഷൻ 10 അല്ല. എത്ര കിട്ടും? ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ 14% നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്താൽ? 115 BAC ഓപ്റ്റ് ചെയ്താൽ. അപ്പൊ ബെനിഫിറ്റാ. ഓൾഡ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവന് 10 കിട്ടുള്ളൂ. BAC ഓപ്റ്റ് ചെയ്താൽ എത്ര കിട്ടും? 14 കിട്ടും. 80 CCD സബ്സെക്ഷൻ 2. ആർ യു ഓൾ ഹിയർ? പിന്നെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ BAC ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും 14 കിട്ടും. ഇഫ് യു ആർ എ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ഓൾവേസ് 14%. ഞാൻ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനെ പറ്റിയാണ് പറയുന്നത്. അവര് BACയിൽ ഓപ്റ്റ് ചെയ്താൽ 80 CCD സബ്സെക്ഷൻ 2ൽ ഡിഡക്ഷൻ എത്ര കിട്ടും?
അപ് ടു 14% വരെ കിട്ടും. അപ് ടു അല്ല 14% വരെ ഡിഡക്ഷൻ കിട്ടും. അപ് ടു 14% എന്ന് പറയും. അതാണ് ഈ നോട്ട് നമ്പർ 4. 14% of salary under 80 CCD subsection 2, that is deduction for employer contribution if paying tax under section 115 BAC shall be 14% instead of 10%. അപ്പോൾ ബെനിഫിറ്റ് ആണത് അല്ലേ? റൈറ്റ്. 3 നോട്ടുകളോട് അവിടെ കിടപ്പുണ്ട്. എന്താ നോട്ട് നമ്പർ 1? rent free official residence provided to the judges of High Court and Supreme Court is not taxable as perquisite under old scheme. നമ്മൾ ജഡ്ജിമാരല്ലേ, ഹൈക്കോടതി ഓർ സുപ്രീം കോടതി ജഡ്ജിമാര്, അവർക്ക് റെന്റ് ഫ്രീ ഒഫീഷ്യൽ ഗസ്റ്റ് ഹൗസ് കൊടുക്കും. നമ്മൾ പറയില്ലേ ജഡ്ജസ് അവന്യൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ റെന്റ് ഫ്രീ ആയിട്ട് അവർക്ക് വീടുകൾ കൊടുക്കും. കൊച്ചിയിലൊക്കെ ഉണ്ട്. ആ വീടുകൾ കൊടുക്കുന്ന ഈ ജഡ്ജിമാർ ഓൾഡ് സ്കീമിലാണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അത് എന്തല്ല, ടാക്സബിൾ അല്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ആൻഡ് ഫുള്ളി ടാക്സബിൾ ഉണ്ട് 115 BAC. BACയിൽ ആ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫുള്ളി എന്തായി മാറും, ടാക്സബിൾ ആയി മാറും. ഫൈനൽ ലെവലിൽ ഇത് പഠിക്കണം എന്നില്ല കേട്ടോ, ബിക്കോസ് സാലറി ചാപ്റ്റർ ഇസ് നോട്ട് ദെയർ ഫോർ അസ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫറൻസുകളെല്ലാം സ്പോട്ട് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടെന്താ, കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ദ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. എന്താ കൺവെയൻസ് ആണ്? വണ്ടി മറ്റേ വെള്ള കളർ കൊറോള വണ്ടി കണ്ടിട്ടില്ലേ, ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറഞ്ഞ റെഡ് ബോർഡ് വെച്ചിട്ടുള്ള വണ്ടി. ആ വണ്ടി കൊടുക്കുന്നത് ശരിക്കും ജഡ്ജിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ? ജഡ്ജി ഓൾഡ് സ്കീമിലാണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ഒരു പെർക്വസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. എന്നാൽ ആ ജഡ്ജ് BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായി മാറും, ആ കൺവെൻസിനെ വാല്യൂ ചെയ്തത് ഫുള്ളി ടാക്സബിൾ ആയി മാറും. ആൻഡ് നോട്ട് 3, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫോർ ഫാമിലി പെൻഷൻ. ഈ ഫാമിലി പെൻഷൻ കിട്ടുന്ന വിധവമാരില്ലേ, അവർക്ക് 57 IFOS പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്രയത്? 1/3 ഓഫ് പെൻഷൻ റിസീവ്ഡ് ഓർ 15,000 വിച്ച് എവർ ഇസ് ലോവർ ആണ്. എന്നാൽ ആ വിധവ BAC ആണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ വിധവയ്ക്ക് എന്ത് കിട്ടും? 25,000 rupees ഓർ 1/3 ഓഫ് പെൻഷൻ വിച്ച് എവർ ഇസ് ലോവർ ആണ് ഡിഡക്ഷൻ കിട്ടുക. അപ്പൊ ബെനിഫിറ്റ് കിട്ടും ആർക്ക്? ആ വിധവനല്ല, വിധവയ്ക്ക് ഫാമിലി പെൻഷൻ. അപ്പോ ഫാമിലി പെൻഷൻ കിട്ടുന്ന വിഡോയ്ക്ക് എന്ത് ചെയ്യാം? 1/3 ഓഫ് ഫാമിലി പെൻഷൻ ഓർ 25,000 വിച്ച് എവർ ഇസ് ലോവർ. ആ വിധവ എന്ത് ഓപ്റ്റ് ചെയ്താൽ? BAC ഓപ്റ്റ് ചെയ്താൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് BAC റിലേറ്റഡ് ആയിട്ടുള്ള ആ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. സോ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ റെസ്ട്രിക്ഷൻസും ചില ബെനിഫിറ്റ്സും അല്ലേ പഠിച്ചു നിർത്തിയത് 115 BACയിലെ അല്ലേ? വീണ്ടും റെസ്ട്രിക്ഷൻസ് ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത എന്താന്ന് നോക്കിയേ, certain losses not allowed to be set off. This is something related to your set off and carry forward. Set off and carry forward റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ചില ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യാനോ ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്തൊക്കെയാണത്? വൈൽ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം, സെറ്റ് ഓഫ് ഓഫ് ദ ഫോളോയിങ് ലോസസ് നോട്ട് അലൗഡ്. താഴെ പറയുന്ന ലോസുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്താ അത്? നമ്പർ 1, ക്യാരി ഫോർവേഡ് ഓർ ഡിപ്രിസിയേഷൻ ഫോർ എ മെനി ഏർലിയർ അസസ്മെന്റ് ഇയർ ഇഫ് സച്ച് ലോസ് ഓർ ഡിപ്രിസിയേഷൻ is attributable to any of the deductions referred to in point number 1. മോളിൽ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ കാരണം ഈ വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ലോസുകൾ ഉണ്ടെങ്കിൽ, ഈ വർഷം നിങ്ങൾ BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലോസുകളെ നിങ്ങൾ ഒരിക്കലും ഈ വർഷത്തെ പ്രോഫിറ്റുമായിട്ട് എന്ത് ചെയ്യരുത്? അഡ്ജസ്റ്റ് ചെയ്യരുത്. ആ നോട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ച് എൻ്റെ ഒപ്പം വായിക്കണം, എന്നാൽ അത് മനസ്സിലാവൂ. എന്താ? ക്യാരി ഫോർവേഡ് ഓർ ഡിപ്രിസിയേഷൻ from any earlier assessment year if such loss or depreciation is attributable to any of the deductions referred to in point number 1. ഒരു എക്സാമ്പിൾ തരാം. പോയിന്റ് നമ്പർ 1ൽ കുറെ റെസ്ട്രിക്ഷൻ നമ്മൾ പഠിച്ചല്ലേ അല്ലേ? ആ റെസ്ട്രിക്ഷനിലെ ഒരു റെസ്ട്രിക്ഷനിലെ 35 AD അല്ലേ? എന്താണ് 35 AD റെസ്ട്രിക്ഷൻ? നിങ്ങൾ 115 BAC ഓപ്റ്റ് ചെയ്തിട്ടുള്ള അസസീസ് ആണെങ്കിൽ 35 AD എന്തെടുക്കാൻ പറ്റില്ല? ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ കണ്ടത് അല്ലേ? ഇനി കേട്ടെ, ഇമാജിൻ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ 2024-25 ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആയിരുന്നു. എനിക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിന് ലോസ് ഉണ്ടായിരുന്നു. സേ ദ ലോസ് ഇസ് 10 lakhs. സ്പെസിഫൈഡ് ബിസിനസിന്റെ ലോസുകൾ നമുക്ക് അൺലിമിറ്റഡ് സബ്സിക്വന്റ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? സോ ഓബ്വിയസ്ലി ഞാനിത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഞാനത് ഓൾഡ് സ്ലാബാണ് ആ വർഷം അടച്ചത് കേട്ടോ. ഈ 2024-25 ഓൾഡ് സ്ലാബ് ആയിരുന്നു. തൊട്ടടുത്ത വർഷം 2025-26 ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഐ ഓപ്റ്റഡ് ഫോർ 115 BAC. ഞാൻ 115 BAC ഓപ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഒരു 15 ലക്ഷം.
നമ്മൾ പഠിച്ചത് 25-26 നമ്മൾ BSc ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 25-26 ഇനി 35 AD റിഡക്ഷൻ എടുക്കാൻ പറ്റുമോ? 25-26 BSc ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ 25-26 35 AD ഡിഡക്ഷൻ ഇനി എടുക്കാൻ പറ്റുമോ? ദ ആൻസർ ഇസ് നോ. എടുക്കാൻ പറ്റില്ല അല്ലേ? അത് നമുക്കറിയാം. അപ്പൊ ചോദ്യം ഇതാണ്, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 35 AD കാരണം കയറി വന്നിട്ടുള്ള 10 ലക്ഷം രൂപ ലോസ് ഇല്ലേ, അവനെ ഈ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. ദ ആൻസർ ഇസ് നോ. അതും പറ്റില്ല. 35 AD എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, 35 AD കാരണം ഈ വർഷം ബ്രോഡ് ഫോർവേഡ് ആയിട്ട് എന്തെങ്കിലും ലോസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോറി, പറഞ്ഞത് മനസ്സിലായോ? ആയോ? അപ്പോ ഇയർ 2 നിങ്ങൾ BSc എടുത്തിട്ടുണ്ടെങ്കിൽ പോയിന്റ് നമ്പർ 1 ആ ഫസ്റ്റ് ടേബിളിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റം കാരണം ഇയർ 2 ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇയർ 2 സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. വേറെ ലോസുകളാണെങ്കിൽ പറ്റും. റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് കാരണം എന്തെങ്കിലും ബ്രോഡ് ഫോർവേഡ് ലോസസോ അൺഅബ്സോർഡ് ഡിപ്രിസിയേഷനോ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ ഡ്യൂ ടു അഡീഷണൽ ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയർ 2 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അല്ലേ? ഓർത്ത് വെക്കുക. സോ അതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. എന്താ രണ്ടാമത്തെ പോയിന്റ്? ലോസസ് അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി വിത്ത് എനി അതർ ഹെഡ് ഓഫ് ഇൻകം. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസുകൾ BSc ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വേറൊരു ഹെഡിലെ പ്രോഫിറ്റുമായിട്ടും എന്ത് ചെയ്യരുത്, അഡ്ജസ്റ്റ് ചെയ്യരുത്. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ BSc ഓപ്റ്റ് ചെയ്തവർക്ക് ലോസ് വരുമോ? BSc ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് മറ്റേ ഡിഡക്ഷൻ കിട്ടൂല എന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അങ്ങനെയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് BSc ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് വരുമോ എന്ന് അങ്ങനെയാണെങ്കിൽ വരുമോ? വരാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി കാരണം വരാം അല്ലേ? വന്നിട്ടുണ്ടെങ്കിലേ അത് വേറൊരു ഹെഡിലെ പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്, സെറ്റ് ഓഫ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ BSc എടുത്തിട്ടുള്ള ഒരു അസസി ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസുകൾ വേറൊരു ഹെഡുമായിട്ട് എന്ത് ചെയ്യരുത്, സെറ്റ് ഓഫ് ചെയ്യരുത്. അപ്പൊ അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ആ ലോസുകൾ എന്ത് ചെയ്യണം, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? BSc ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ലോസുകളെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയർ 1 BSc ഓപ്റ്റ് ചെയ്ത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസിനെ ഇയർ 2 ക്യാരി ഫോർവേഡ് ചെയ്ത് ഇയർ 2 ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റുമായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക. എന്നാൽ മറ്റേ സ്പെസിഫൈഡ് ബിസിനസിന്റെ ലോസുകളില്ലേ ഇല്ലേ, അത് നമുക്ക് പിന്നീട് മുന്നോട്ട് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഇയർ 2 ഞാൻ BSc എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലോസുകൾ മുഴുവൻ എന്ത് ചെയ്ത് കളയണം, റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. പിന്നെ എനിക്ക് ഫർദർ ക്യാരി ഫോർവേഡ് എന്തല്ല, പെർമിസിബിൾ അല്ല. അതാണ് ഈ നോട്ട്. സച്ച് ലോസ് ഓർ ഡിപ്രിസിയേഷൻ വുഡ് ബി ഡീംഡ് ടു ഹാവ് ബീൻ ഓൾറെഡി ഗിവൻ ഇഫക്റ്റ് ടു ആൻഡ് നോ ഫർദർ ഡിഡക്ഷൻ ഫോർ സച്ച് ലോസ് ഓർ ഡിപ്രിസിയേഷൻ ഷാൽ ബി അലൗഡ് ഫോർ എനി സബ്സിക്വന്റ് ഇയർ. അതായത് ഈ പോയിന്റ് നമ്പർ 1 പറയുന്ന ലോസുകൾ ഡീം ടു ഹാവ് ബീൻ അഡ്ജസ്റ്റഡ് എന്നാണ് ആക്ട് പറയുന്നത്. എന്താ ഡീം ടു ഹാവ് ബീൻ അഡ്ജസ്റ്റഡ്? ഇയർ 1 നിന്ന് ഒരു 10 ലക്ഷം രൂപ ലോസ് നമ്മുടെ 35 AD കാരണം ഇയർ 2 വന്നില്ലേ? ഇയർ 2 ഞാൻ BSc എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ ഞാൻ ആ ഇൻകം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തതായി ഡിപ്പാർട്ട്മെന്റ് ഡീം ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ലോസുകൾ ഇനി നിങ്ങൾക്കില്ല, അത് പോയി. അതിന് ഇനി ഫർദർ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ബെസ്റ്റ്? ഇയർ 2 വേണമെങ്കിൽ എന്തെടുക്കുക, ഓൾഡിനെ എടുക്കുക. എന്നിട്ട് ആ ലോസുകൾ മുഴുവൻ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത വർഷം എന്തെടുത്തോ, BSc എടുത്തോ. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അഡ്വൈസ് ദാറ്റ് വി ക്യാൻ ഗിവ്. സൈസബിൾ ആയിട്ടുള്ള ബ്രോഡ് ഫോർവേഡ് ലോസുകൾ ഉണ്ടെങ്കിൽ BSc എടുക്കരുത്. ആ ലോസുകളെ നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓൾഡ് പ്രകാരം ടാക്സ് അടയ്ക്കുക. പിൽക്കാലത്ത് ഈ ലോസുകൾ വരാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തെടുക്കുക, BSc എടുക്കുക. Are you with me? ഇങ്ങനെ ആക്ട് പറയുന്നില്ല, ബട്ട് ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഗുഡ് അഡ്വൈസസ്. നൗ അടുത്ത നമ്മൾ ഓൾറെഡി പറഞ്ഞത് 10 സബ്സെക്ഷൻ 14 ഡിഡക്ഷൻ കിട്ടുന്ന അലവൻസസ് ഏതൊക്കെയാണെന്നുള്ള പോയിന്റ് അല്ലേ അടുത്തത് അല്ലേ? അപ്പൊ അടുത്ത പോയിന്റ് എന്താന്ന് നോക്കിയേ. അവർ പറയുന്ന 2 നോട്ടുകളുണ്ട്. ആൻ ഇൻഡിവിജ്വൽ ബീയിങ് ആൻ എംപ്ലോയി പേയിങ് ടാക്സ് അണ്ടർ 115 BSc വുഡ് നോട്ട് ബി എൻടൈറ്റിൽഡ് ഫോർ എക്സംപ്ഷൻ ഓഫ് പെർക്വിസിറ്റ് ഓഫ് ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ത്രൂ പെയ്ഡ് വൗച്ചേഴ്സ്. വീണ്ടും സാലറിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇന്റർന് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു എംപ്ലോയർ ഫുഡ് തരികയാണ് അല്ലെങ്കിൽ ഫുഡ് വൗച്ചറുകൾ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ വരെയുള്ള പെർ മീൽ എമൗണ്ട് നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട. 50 രൂപയുടെ മോഡിലുള്ള മീൽ തരുന്നുണ്ടെങ്കിൽ മാത്രം എക്സസ് പെർക്കാക്കിയാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 50 രൂപയുടെ ബെനിഫിറ്റ് BSc എടുത്തിട്ടുള്ള എംപ്ലോയീസിന് കിട്ടില്ല. എവ്രി മീൽ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഷാൽ ബി കൺസിഡർഡ് ആസ് എ ടാക്സബിൾ പെർക്വിസിറ്റ് പ്രൊവൈഡഡ് ദ എംപ്ലോയി ഇസ് ഓപ്റ്റിംഗ് 115
BAC 50 rupees per meal എന്നുള്ള ആ ഫുഡ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ബിവറേജസിന്റെ കൺസെഷൻ എംപ്ലോയിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയി BAC ഓപ്റ്റ് ചെയ്ത എംപ്ലോയി ആണെങ്കിൽ. നോട്ട് ടു വാട്ട് ഇസ് ദാറ്റ്? എക്സംഷൻ ഫോർ അലവൻസസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് അലവബിൾ. അത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താ? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ഇന്ത്യൻ സിറ്റിസന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നതിന് അലവൻസസോ പ്രൊക്വിസിറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ BAC എടുത്താലും അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ആ അലവൻസസിന് ഫുൾ എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഇത് റെസ്ട്രിക്ഷൻ അല്ല കേട്ടോ, ഇത് ചുമ്മാ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാനൊരു നോട്ട് കൊടുത്തുന്നേ ഉള്ളൂ. റെസ്ട്രിക്ഷനോ പ്രത്യേകത ഒന്നുമില്ല. ഓൾഡിലും കിട്ടും, BACയിലും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി BAC റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതൊക്കെ എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. ഹൗ ഡു വി എക്സസൈസ് ഓർ ഹൗ ടു എക്സസൈസ് 115 BAC? ശ്രദ്ധിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ഒന്ന് കേട്ടിരുന്നു. നിങ്ങൾ PGBP ഇൻകം ഇല്ലാത്തൊരു അസസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആരാണ്? നിങ്ങളൊരു PGBP ഇല്ലാത്തവനാണെന്ന് വിചാരിക്കുക. അങ്ങനെ PGBP ഇല്ലാത്തവനാണ് നിങ്ങളെങ്കിൽ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ യു ഹാവ് ആൻ ഓപ്ഷൻ. ഒന്നിലെ ഓൾഡ് എടുക്കാം, അല്ലെങ്കിൽ BAC എടുക്കാം. ഈ വർഷം ഓൾഡ് എടുത്താൽ അടുത്ത വർഷം വേണേൽ BAC എടുക്കാം, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ഓൾഡ് എടുക്കാം, അതിൻ്റെ അടുത്ത വർഷം BAC എടുക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാം. ആർക്ക്? PGBP ഇല്ലാത്തവന്മാർക്ക്. ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കി, ക്യാൻ ചൂസ് ബിറ്റ്വീൻ സെക്ഷൻ 115 BAC and normal provisions every year. If assessee is not opting for BAC, such option has to be exercised along with the return of income to be furnished under 139 subsection 1 for a previous year. 139 subsection 1ൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്താൽ മതി? മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന പോയിന്റ് വളരെ സിമ്പിളാണ്. എന്താ അവർ പറഞ്ഞേക്കുന്നത്? ശ്രദ്ധിച്ചേ, നിങ്ങൾ PGBP ഇൻകം ഇല്ലാത്തൊരു അസസി ആണെങ്കിൽ എവറി ഇയർ വെൻ യു ആർ ഫയലിംഗ് യുവർ റിട്ടേൺ, നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾഡോ BAC ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. എവറി ഇയർ യു ഹാവ് ദാറ്റ് ഓപ്ഷൻ. ഏതാണോ ബെനിഫിഷ്യൽ തോന്നുന്നത് അതാത് വർഷങ്ങളിൽ അത് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ആണോ? നോ നോ നോ, കഴിഞ്ഞിട്ടില്ല. അടുത്ത എന്താ പോയിന്റ് നോക്കിയേ. ഇൻ കേസ് ഓഫ് അസസി ഹാവിംഗ് ഇൻകം ഫ്രം PGBP ഇൻകം ഉള്ള അസസീസ് ആണെങ്കിൽ ചാടി കളിക്കാൻ പറ്റില്ല. ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ്. അതാണ് അവർ പറയുന്നത്. നോക്കിയേ, ഓപ്ഷൻ ടു ഷിഫ്റ്റ് ഔട്ട് ഓഫ് 115 BAC ഹാവ് ടു ബി എക്സസൈസ്ഡ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ എനി പ്രീവിയസ് ഇയർ. നിങ്ങൾ ഷിഫ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തോണം? ഓപ്റ്റ് ഔട്ട് ചെയ്തോണം. ഷിഫ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ് ഔട്ട്. അതെന്താ അത്? ഇപ്പം നിങ്ങൾ ബൈ ഡിഫോൾട്ട് BAC അല്ലേ ആപ്ലിക്കബിൾ ആവുന്നേ? അല്ലേ? PGBP ഇൻകം ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു? റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെടുക്കാം? ഓൾഡ് എടുക്കാം. അങ്ങനെ നിങ്ങൾ ഒരിക്കൽ ഓൾഡ് എടുത്താൽ പിന്നീട് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏതായിരിക്കും? ഓൾഡ് ആയിരിക്കും. PGBP ഇൻകം ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. ബൈ ഡിഫോൾട്ട് BAC ആണ്. ഓപ്റ്റ് ഔട്ട് ഒരിക്കൽ ചെയ്താൽ പിന്നെ ബൈ ഡിഫോൾട്ട് ഏതാവും? ഓൾഡ് ആവും. തൊട്ടടുത്ത വർഷങ്ങളിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് ഓൾഡ് സ്കീം പ്രകാരമായിരിക്കും. നോക്കിയേ, വൺ സച്ച് ഓപ്ഷൻ ഈസ് എക്സസൈസ് ഇറ്റ് വുഡ് അപ്ലൈ ടു ദ സബ്സിക്വന്റ് ഇയേഴ്സ് ആസ് വെൽ. BAC ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഓൾഡിലേക്ക് വന്നാൽ പിന്നീട് ഭാവിയിലും ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ പോകുന്ന ഏതായിരിക്കും? ഓൾഡ് ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല. സച്ച് പേഴ്സൺ who has exercised the above option of shifting out of default tax rate for any previous year shall be able to withdraw such option only once and pay tax under default tax rate under section 115 BAC for a previous year other than the year in which it was exercised. അതായത് അങ്ങനെ ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയി, ഓൾഡിൽ അടക്കുകയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് തോന്നുമായിരുന്നു ഏതാണ് നല്ലത്? BAC ആണ് നല്ലത് എന്ന് തോന്നിയാൽ പിന്നെയും നിങ്ങൾക്ക് എന്ത് വരാം? തിരിച്ച് BACയിലേക്ക് വരാം. പക്ഷേ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരിക്കൽ BAC ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഓൾഡിലേക്ക് പോവാം, ഭാവിയിൽ തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു കയറിയാൽ പിന്നൊരു തിരിച്ചുപോക്കില്ല. എന്താ പിന്നൊരു തിരിച്ചുപോക്കില്ല? പിന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഓൾഡ് എടുക്കാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് ഇല്ല. പിന്നെ ആജീവനാന്തം ഏതേ ഉള്ളൂ? BAC ഉള്ളൂ. Thereafter, such person shall never be eligible to opt out except where such person ceases to have any business income. That is option number 1 will be applicable. അതെന്താ? ഭാവിയിൽ PGBP ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചൂസ് ചെയ്യാം. മനസ്സിലായി? PGBP ഇൻകം ഉള്ള ഒരാളെ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ പിന്നീട് PGBP ഇൻകം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഏതേ ഉള്ളൂ? BAC ഉള്ളൂ. ഭാവിയിൽ എപ്പോഴെങ്കിലും PGBP ഇൻകം ഇല്ലാതാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പിന്നെ ചാടി കളിക്കാം. ബിക്കോസ് യു വിൽ കം അണ്ടർ ഓപ്ഷൻ 1. Is that point clear? നിങ്ങൾ PGBP ഇല്ലാത്തവനാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ചാടി കളിക്കുക. എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തീരുമാനിക്കുക ഓൾഡ് ന്യൂ ഓൾഡ് ന്യൂ എന്ത് വേണം ചെയ്തു. PGBP ഇൻകം ഉള്ള ആൾക്കാരെ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആലോചിച്ചിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. കാരണം ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയി ഓൾഡിലേക്ക് പോയി തിരിച്ച് പിന്നെയും വന്നാൽ തിരിച്ചൊരു പോക്കില്ല. വൺസ് യു ക്യാൻ ഓപ്റ്റ് ഔട്ട്
thereafter you can come back, thereafter you cannot opt out again. പുറത്ത് പോയിട്ട് ഒന്ന് തിരിച്ചു വന്നാൽ പിന്നെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. PGP ഇൻകം ഉള്ള ആൾക്കാർക്ക് BSc ഓപ്ഷൻ എടുക്കണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. അടുത്ത എന്താ? BSc ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ AMT അവർ അടയ്ക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് AMT? ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറയും. നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് AMT. അസസ്മെന്റ് ഓഫ് അതർ എൻറ്റിറ്റീസ് വരുമ്പോൾ നമുക്ക് AMT എന്താണെന്ന് പഠിക്കാം. ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് ലയബിലിറ്റി BScക്കാർ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP paying tax under default tax regime under section 115 BAC is not liable to alternate minimum tax under section 115 JC. Such persons would not be eligible to claim AMT credit as well. AMT ഇല്ലാത്തതുകൊണ്ട് AMT ക്രെഡിറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് AMT വരുമ്പോൾ പഠിക്കാം. നൗ അടുത്തത് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും ദ മോസ്റ്റ് ബെനഫിഷ്യൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സിൽ റിബേറ്റ് അണ്ടർ 87A പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakhs ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ 87A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് ഐദർ ₹12,500 ഓർ ആക്ച്വൽ ബേസിക് ടാക്സ് ലയബിലിറ്റി വിച്ച് എവർ ഇസ് ലോവർ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം എന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? 87A നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്. നിങ്ങൾ ആരാണെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം മുതൽ താഴെയാണെങ്കിൽ 87A പ്രകാരം ഐദർ 12,500 ഓർ ആക്ച്വൽ ബേസിക് ടാക്സ് ലയബിലിറ്റി വിച്ച് എവർ ഇസ് ലോവർ നമുക്ക് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാന്നല്ലേ പഠിച്ചേക്കുന്നത്. എന്നാൽ ഇതിന്റെ BACയിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ഇത് മുഴുവൻ അവർ ഉടച്ചു വാർത്തു. BAC പറയുന്നത് ഇതിപ്പോ ഉണ്ട്, 87A ഓൾഡ് സ്ലാബിന് ഉണ്ട്, നമ്മളത് പഠിച്ചതുമാണ്. BACക്കാർക്ക് നിങ്ങൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ HUF ആണ്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 പകരം അവർ എത്രയാക്കി? 12 ലക്ഷം ആക്കി. 12 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകം ഉള്ള ആൾക്കാർ 87Aക്ക് എലിജിബിൾ ആണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എത്ര വരെ റിലീഫ് കിട്ടും? 60,000 രൂപ വരെ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഐദർ 60,000 ഓർ ആക്ച്വൽ ബേസിക് ടാക്സ് ലയബിലിറ്റി വിച്ച് എവർ ഇസ് ലോവർ ഷാൽ ബി ദ ന്യൂ റിബേറ്റ് അണ്ടർ 87A. ആർ യു ഓൾ ഹിയർ? 5 എന്നുള്ളത് അവർ മാറ്റി എത്രയാക്കി? 12 ആക്കി. എന്നിട്ട് അവര് 12,500 ഓൾഡുകാർക്ക് കിട്ടുന്നതിന് പകരം BACയിൽ 60,000 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ക്ലെയിം ചെയ്യാം. അതായത് മാസം ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളമുള്ള ആൾക്കാർക്ക് വരെ ഇനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓൺ ആൻ ആവറേജ് ഒരു 1 lakh rupees മന്ത്ലി സാലറി ഉള്ളവർ ഇനി മുതൽ എന്തടയ്ക്കണ്ട? ഇൻകം ടാക്സ് അടയ്ക്കണ്ട. ബിക്കോസ് ദേ ക്യാൻ ഓപ്റ്റ് ഫോർ BAC ആൻഡ് 12 lakhs വരെ അവരുടെ കറക്റ്റ് സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് 12,75,000 വരെയുള്ള ആൾക്കാർക്ക് BAC ഭയങ്കര ബെനിഫിഷ്യലാണ്. എന്താ 12,75,000 സ്റ്റാൻഡ് ഡിഡക്ഷൻ കിട്ടും. പിന്നെ ഒരു 12 ലക്ഷം ആ സ്റ്റാൻഡ് ഡിഡക്ഷൻ കുറഞ്ഞിട്ടുള്ള ഫിഗർ അല്ലേ നിങ്ങളുടെ ടോട്ടൽ ഇൻകം അല്ലേ? സോ അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷനായി മാറി. ഇപ്പോൾ ഈ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് എക്സീഡ് ഹൗ മച്ച്? 12 lakh. The rebate under 87A shall be equal to the following, lower of the following, either amount of tax payable on total income or 60,000, whichever is lower. Sorry. Now there is one doubt. നോക്കിയേ, ഒരു ചെറിയ കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഒരു 12,20,000 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ഒരു 12,20 ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ടോട്ടൽ ഇൻകം ആണ് കേട്ടോ, സാലറി അല്ല. സാലറി 12,20 ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാൻഡ് ഡിഡക്ഷൻ ഒക്കെ കുറയ്ക്കാം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിയിട്ടുള്ള ഫിഗർ 12,20 ആണെങ്കിൽ ടെക്നിക്കലി എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ? ടോട്ടൽ ഇൻകം കുറച്ച് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് തരാം? റിബേറ്റ് തരാം. പക്ഷെ അതിന് ചില ഇക്വേഷൻ, താഴെ പറയുന്ന മാത്ത് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ദി എമൗണ്ട് ഓഫ് റിബേറ്റ് 87A ഷാൽ നോട്ട് എക്സീഡ് ദി എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് അസസി വിത്ത് വിച്ച് ഹി ഈസ് ചാർജബിൾ ഫോർ അസസ്മെന്റ് ഇയർ. അതല്ല, തൊട്ട് താഴത്തെയാണ് പോയിന്റ്. ഇഫ് ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ഇൻഡിവിജ്വൽ എക്സീഡ്സ് 7 lakhന് പകരം ഇത് ക്രോസ് ചെയ്ത് 12 ആക്കണേ. ദിറ്റ് ഹാവ് ടു ബി 12 lakh. പണ്ട് 7 ആയിരുന്നു, ഇപ്പോൾ അത് അമെൻഡഡ് ആയി 12 ആയി. ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ഇൻഡിവിജ്വൽ എക്സീഡ്സ് 12 lakh
ആൻഡ് ഇൻകം ടാക്സ് പേയബിൾ ഓൺ സച്ച് ടോട്ടൽ ഇൻകം എക്സീഡ്സ് എമൗണ്ട് ബൈ വിച്ച് ദ ടോട്ടൽ ഇൻകം ഇസ് ഇൻ എക്സസ് ഓഫ് 12 lakh. ഇത് രണ്ടും 12 ആക്കണം. Then the rebate would be as follows. നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്ര കൂടുതലാണ്? 12-ൽ കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ക്ലെയിം ചെയ്യാം. പക്ഷെ അതിനുള്ള താഴെ പറയുന്ന സ്റ്റെപ്പ് 1-ഉം സ്റ്റെപ്പ് 2-ഉം സ്റ്റെപ്പ് 3-യും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ശരി, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഇൻകം മൈനസ് 12 lakh ആൻഡ് യു കോൾ ഇറ്റ് as A. Compute income tax liability on total income, you call it as B. Then if B minus A, if B is greater than A, then rebate shall be B minus A. ഇത് എന്താണ് ഈ പറഞ്ഞു വെച്ചേക്കണേ? നോക്കാം, ശ്രദ്ധിച്ചേ. അതായത് നിങ്ങളുടെ ഇമാജിൻ യുവർ ടോട്ടൽ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞൊരു 12,20,000 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 115 BAC എത്ര വരും നിങ്ങളുടെ ബേസിക് ടാക്സ് ലയബിലിറ്റി? Can you tell me how much will be your basic tax liability? 63,000 അല്ലേ ടാക്സ് ലയബിലിറ്റി വരിക? അല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് 87A റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സ്റ്റെപ്പ് 1-ഉം 2-ഉം 3-യും ഫോളോ ചെയ്യണം എന്നല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. ഇങ്ങനെ വരുന്നൊരു കേസിൽ സ്റ്റെപ്പ് 1-ഉം 2-ഉം 3-യും ഫോളോ ചെയ്യണം. എന്താ സ്റ്റെപ്പ് 1? ഒന്ന് വായിച്ചേ ബുക്ക് തുറന്നിട്ട്. വാട്ട് ഇസ് സ്റ്റെപ്പ് നമ്പർ 1? സ്റ്റെപ്പ് 1 A കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താ A? ടോട്ടൽ ഇൻകം മൈനസ് 12 lakh. എത്രയാണ് ടോട്ടൽ ഇൻകം മൈനസ് 12 lakh? ടോട്ടൽ ഇൻകം 12-20 അല്ലേ? അല്ലേ? മൈനസ് 12 lakh. എത്ര വരും നിങ്ങളുടെ A എന്ന് പറയുന്ന ഫിഗർ? അതായത് A എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആ 12-ന് മുകളിലേക്ക് എന്തോരുമാണ്? എക്സസ് ഓഫ് യുവർ ടോട്ടൽ ഇൻകം ഓവർ 12 lakh. ദാറ്റ് ഇസ് A. ദെൻ സ്റ്റെപ്പ് നമ്പർ 2 എന്താ? You open your book and tell me what is step number 2. Compute basic tax on your actual total income എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അല്ലേ? നോക്കിയേ, കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ ടോട്ടൽ ഇൻകം. എത്ര ടാക്സ് ലയബിലിറ്റി ഓൺ ടോട്ടൽ ഇൻകം? ബേസിക് ടാക്സ് ലയബിലിറ്റി 63,000. അതല്ലേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് അല്ലേ? ആൻഡ് യു കോൾ ഇറ്റ് as B. ആൻഡ് വാട്ട് ഇസ് സ്റ്റെപ്പ് നമ്പർ 3? ഇഫ് B ഈസ് ഗ്രേറ്റർ ദാൻ A, B A-ക്കാളും വലുതാണോ? ആണല്ലോ. ആണെങ്കിൽ B മൈനസ് A നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. വാട്ട് ഇസ് B മൈനസ് A? 63,000 മൈനസ് 20,000. വാട്ട് ഡസ് ദാറ്റ് മീൻ? എത്ര വരും? 43,000. 43,000 നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് റിബേറ്റ് ആയിട്ട് 43,000 രൂപ ക്ലെയിം ചെയ്താൽ ബാക്കി എത്ര വരും നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി? 20,000 രൂപ വിൽ ബി യുവർ ബേസിക് ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇറ്റ് ഇസ് സബ്ജക്ട് ടു സെസ് അറ്റ് 4%. അതായത് എന്താ അപ്പോൾ കോൺസെപ്റ്റ്? ഈ 12 ലക്ഷത്തിൽ നിന്ന് ഒരു 20,000 രൂപ കൂടിയതുകൊണ്ട് നിങ്ങൾ ഏതാണ്ട് 63,000 രൂപ അടയ്ക്കേണ്ട അവസ്ഥയിലല്ലേ ഇപ്പം നിൽക്കുന്നത്? വേണ്ട, ആ 20,000 രൂപ കൂടി 20,000 രൂപ എന്തായിട്ട് തന്നാൽ മതി? ബേസിക് ടാക്സ് ആയിട്ട് തന്നാൽ മതി എന്നുള്ളതാണ് സ്റ്റെപ്പ് 1, 2, 3. മനസ്സിലായില്ല? ശരി, ഇപ്പം ശരിയാക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം 12,30 വിചാരിക്കുക. ഇമാജിൻ യുവർ ടോട്ടൽ ഇൻകം ഇസ് 12,30,000. ഇതിന് മുകളിൽ ബേസിക് ടാക്സ് എത്ര വരും? അതിന് മുകളിൽ ബേസിക് ടാക്സ് എത്ര വരും? കമ്പ്യൂട്ട് ആൻഡ് ടെൽ മീ. 64,000 വരും അല്ലേ? ഇതിന് മുകളിൽ 64,500. ശരി, 64,500 വരും. ഇതിന് മുകളിൽ അണ്ടർ സെക്ഷൻ 115 BAC റിബേറ്റ് കിട്ടും. സോറി, അണ്ടർ സെക്ഷൻ 87A റിബേറ്റ് കിട്ടുമെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ എന്താ A എന്ന് പറയുന്നത് എന്തായിരിക്കും? 30,000 ആയിരിക്കും അല്ലേ? അതായത് 12-ന് മുകളിലേക്കുള്ള ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഇൻകം ഇസ് A. B എന്ന് പറയുന്നത് യുവർ ടാക്സ് ലയബിലിറ്റി, ദാറ്റ് ഇസ് 64,500. നിങ്ങളുടെ ഇൻക്രീസ് ഇൻ ഇൻകം ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ടാക്സ് ലയബിലിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ റിബേറ്റ് ഇല്ല, നേരെ തിരിച്ചു വരണം. അതായത് നിങ്ങളുടെ ഇൻക്രീസ് ഇൻകത്തിനേക്കാളും കുറവായിരിക്കണം എന്ത്? സോറി, നിങ്ങളുടെ ഇൻക്രീസ് ഇൻകത്തിനേക്കാളും കൂടുതലായിരിക്കണം നിങ്ങളുടെ എന്ത്? ബേസിക് ടാക്സ് ലയബിലിറ്റി അല്ലേ? അതല്ലേ ഈ B മൈനസ് A അല്ലെങ്കിൽ B ഗ്രേറ്റർ ദാൻ A എന്നുള്ളൊരു സ്റ്റെപ്പ് അവർ പറയുന്നില്ലേ? നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ആ കൂടിയ ഇൻകത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ അവർ പറഞ്ഞേക്കുന്ന ആ ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. എത്ര? 64,500 മൈനസ് 30,000 എത്ര വരും? 34,500 രൂപ നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാമെന്നല്ലേ? അപ്പൊ കറക്റ്റ് 30,000 രൂപയല്ലേ ബേസിക് ടാക്സ് വരിക അല്ലേ? അതിൻ്റെ അർത്ഥം ശരിക്കും റിബേറ്റ് ഒഴിച്ച് ബേസിക് ടാക്സ് ആയിട്ട് കൂടിയ ഇൻകം ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം
അല്ലാതെ മൊത്തം 64,500 ഞങ്ങൾക്ക് ബേസിക് ടാക്സ് ആയിട്ട് വേണ്ട. ആ 12ന് മുകളിലേക്ക് നിൽക്കുന്ന ഫിഗർ നിങ്ങൾ എന്തായിട്ട് തന്നാൽ മതി, ബേസിക് ടാക്സ് ആയിട്ട് തന്നാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആർ യു ഓൾ ഹിയർ? അപ്പോൾ ഓർത്ത് വെക്കുക. നൗ ദി എമൗണ്ട് ഓഫ് റിബേറ്റ് അണ്ടർ 87A ഷാൽ നോട്ട് എക്സീഡ് ദി എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ്. ഒരിക്കലും റിബേറ്റ് ക്ലെയിം ചെയ്ത് മറ്റേ റീഫണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരരുത്. മാക്സിമം റിബേറ്റ് ഷാൽ ബി ഓൾവേസ് സബ്ജക്ട് ടു യുവർ ബേസിക് ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ നിങ്ങളുടെ ബേസിക് ടാക്സ് ലയബിലിറ്റി 40,000 ആണെങ്കിൽ റിബേറ്റ് എപ്പോഴും എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ബേസിക് ടാക്സ് ഒരു 55 ആണെങ്കിൽ റിബേറ്റ് 55. ബേസിക് ടാക്സ് ഒരു 90,000 ആണെങ്കിൽ റിബേറ്റ് സത്യം പറഞ്ഞാൽ വരില്ല. ഓക്കെ, ഒരു 60 വരെ നിങ്ങൾക്ക് മാക്സിമം എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നോ, ഇനി ഓൾഡ് സ്ലാബ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ സർചാർജ് സ്ലാബ് പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? 50 ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ള ഇൻഡിവിജ്വൽ HUF, AOP, BOA, AJP അടയ്ക്കണ്ട. 50ന് മുകളിലേക്ക് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ 10%, 1 കോടിയുടെ മുകളിലേക്കാണെങ്കിൽ 15%, 2 കോടിയുടെ മുകളിലേക്കാണെങ്കിൽ 25%, 5 കോടിയുടെ മുകളിലേക്കാണെങ്കിൽ 37% എന്നല്ല പഠിച്ചേ. ലെവന്മാര് BAC ആണ് അടയ്ക്കുന്നതെങ്കിൽ 50 വരെ സർചാർജ് ഇല്ല. 50ന് മുകളിലേക്ക് 1 കോടി വരെ 10%, 1 കോടിയുടെ മുകളിലേക്ക് 2 കോടി വരെ 15%, 2 കോടിയുടെ മുകളിലേക്ക് 25%. യു ടെൽ മീ വാട്ട്സ് ദ ഡിഫറൻസ്? BAC-കാർക്ക് 37 എന്ന് പറയുന്ന സർചാർജ് സ്ലാബ് ഇല്ല. മാക്സിമം സർചാർജ് ഫോർ BAC people shall be how much? 25%. If exceeds, total income exceeds 2 crore, maximum 25%. അതും അവിടെ പിന്നെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഈ എൻഹാൻസ് സർചാർജ് റേറ്റ് ഓഫ് 25% ഇല്ലേ? അത് ആർക്ക് ആപ്ലിക്കബിൾ അല്ല? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 112A, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 111A, ആസ് വെൽ ആസ് ഡിവിഡൻഡ് ഇൻകം. ഇത് എവിടെയും പഠിച്ചിട്ടുണ്ടോ? ബേസിക് കോൺസെപ്റ്റ് തന്നെ നമ്മൾ പഠിച്ചതല്ലേ. 25ഉം 37ഉം എൻഹാൻസ് സർചാർജ് 2 മാർക്ക് വരില്ല. ഇവന്മാരുടെ മാക്സിമം സർചാർജ് 15 ആണെന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? സെയിം കോപ്പി പേസ്റ്റ് അതേ സാധനം തന്നെ ഇവിടെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ഇവന്മാർ ഒരിക്കലും ഈ 4 ഇൻകങ്ങൾ, സ്പെസിഫൈഡ് ഇൻകങ്ങൾ ഒരിക്കലും അവരുടെ ബേസിക് ടാക്സിന് മുകളിൽ 25% എന്ത് കൊടുക്കണ്ട? സർചാർജ് കൊടുക്കണ്ട. ആൻഡ് ഫൈനലി, അസസി ഈസ് എലിജിബിൾ ടു ക്ലെയിം മാർജിൻ റിലീഫ് ഇഫ് ടോട്ടൽ ഇൻകം ഇസ് ജസ്റ്റ് അബൌട്ട് ദ ലോവർ ലിമിറ്റ് ഓഫ് സർചാർജ്. ഇവിടെയും അസസിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? മാർജിനൽ റിലീഫ് ക്ലെയിം ചെയ്യാം. പഠിച്ച് ഓർക്കുന്നില്ലേ മാർജിൻ റിലീഫ്? 1 കോടി 1 ലക്ഷം, 51 ലക്ഷം, 2 കോടി 1 ലക്ഷം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ റിലീഫ് ഇവിടെയും എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ഇത്രയാണ് BAC-യിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദർ ഇസ് നത്തിങ് മോർ, നത്തിങ് ലെസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ BAC ഫോളോ ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞു നോക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter. Now for the recorded lectures, you go up, take the website, then click on the classroom, and in the classroom you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA final English as well as Malayalam, CMA final English as well as Malayalam, CA inter English as well as Malayalam. Now friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.